Hello friends, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള മിക്സഡ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ചിക്കനാണ് ഞാൻ ആദ്യം ഇടുന്നത്. ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ട് വേവിച്ച് ഇതേപോലെ നമ്മളിങ്ങനെ കിള്ളിയെടുക്കുക. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാബേജ് ഒരു കപ്പ് ചെറുതായി കൊത്തി അരിഞ്ഞത്, ക്യാരറ്റ് ഒരു കപ്പ്, തക്കാളി ഒരു അര കപ്പ് കൊത്തി അരിഞ്ഞത് തന്നെ, സവാള ഒരു അര കപ്പ്, എഗ്ഗിൻ്റെ വൈറ്റ് ആണ്, പുഴുങ്ങിയെടുത്ത എഗ്ഗ് വൈറ്റ് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇടാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി അതെ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്കിടാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇടുന്നത്. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ്, ഇതൊരു 2 ടീസ്പൂൺ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു അര കപ്പ്. പിന്നെ മയോണൈസ് ആണ്, ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇടുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കം ഒരു കപ്പ് ചെറുതായി കട്ട് ചെയ്തത്, എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മയോണൈസൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക്. മയോണൈസിൻ്റെ വേണമെന്നുള്ളവർ അതിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡിയായി. നമുക്കിനി ഇത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാം. 2 ബ്രെഡ് സ്ലൈസ് എടുക്കുക. ഇതിൻ്റെ സൈഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കുക. മേലെ മിഡിലിൽ പ്രസ് ചെയ്യാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പീസും റെഡിയാക്കാം. ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ മേലെ ബട്ടർ ഒന്ന് കുറച്ച് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിടാം. ഇനി അടുത്ത സൈഡും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് പതുക്കെ കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ അടുത്ത പീസ് നമുക്ക് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. മിക്സഡ് സാൻഡ്വിച്ചാണ്. എഗ്ഗ്, ചിക്കൻ, വെജിറ്റബിൾസ് എല്ലാം മിക്സ്ഡാണ് ഇതിൽ. അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വളരെ നല്ലതായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. എങ്കിൽ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായി ഞാൻ വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.